ചില പ്രോട്ടോകോളുകൾ നമ്മളിപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ തയ്യാറാക്കിയിട്ടുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ഒരു തരത്തിലുള്ള മത്സ്യബന്ധനവും നമ്മുടെ തീരപ്രദേശങ്ങളിൽ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് തീരുമാനം. അത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന യാനങ്ങളോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ നമ്മുടെ തീരപ്രദേശത്ത് ഒരു കാരണവശാലും മത്സ്യബന്ധനം അനുവദിക്കാൻ പോകുന്നില്ല. ഒരു ജില്ലയിൽ നിന്നും ഇപ്പൊ ഒരു പ്രദേശത്ത് നിന്ന് മത്സ്യം പിടിക്കാൻ പോകുന്ന ആളുകൾ ഏത് ഹാർബറിൽ നിന്നാണ് പോകുന്നത്, പോയി കഴിഞ്ഞാൽ അതേ ഹാർബറിലേക്ക് തന്നെ തിരിച്ചു വരണം. ഇവിടെ നിന്നും പോയ ആളുകൾ മറ്റേതെങ്കിലും ജില്ലയിൽ പോകാനോ മറ്റ് ജില്ലയിൽ നിന്നും വരുന്ന ആളുകൾക്ക് നമ്മുടെ ജില്ലയിലേക്ക് പ്രവേശിക്കാനോ ഹാർബർ പ്രവേശിക്കാനോ അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. അത് കർശനമായിട്ട് നിബന്ധന ഉണ്ടാകും. ഓരോ ഹാർബറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ യൂണിയൻ നേതാക്കന്മാർ അതുപോലെ തന്നെ ആളുകളുമായി ചേർന്നുകൊണ്ട് ഒരു കമ്മിറ്റി മോണിറ്റർ ചെയ്യാൻ വേണ്ടി നിശ്ചയിക്കുന്നുണ്ടായിരിക്കും. ഇവര് ഈ പറയുന്ന ബോട്ട് ഉടമസ്ഥന്മാര് ഇപ്പൊ നമ്മുടെ 31-ാം തീയതി കഴിഞ്ഞാല് അവര് ബോട്ടുകൾ ഇറക്കാൻ പോകുമ്പോൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവന്ന് പണിയെടുപ്പിച്ചുകൊണ്ടാണ് അവരിപ്പോ ഈ മത്സ്യബന്ധന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് സംബന്ധിച്ച ഒരു വ്യക്തമായ മാനദണ്ഡം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ സ്റ്റേറ്റ് തലത്തിൽ തന്നെ ഒരു തീരുമാനം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഏതായാലും ശരി, ജില്ലാ ഭരണകൂടം ഉദ്ദേശിക്കുന്നത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന് ഇവിടെ മത്സ്യബന്ധനം നടത്തുന്നുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായ നിലയിൽ അവര് കോവിഡ് നെഗറ്റീവ് ആണ് എന്നുള്ള സർട്ടിഫിക്കറ്റോട് കൂടിയുള്ള ആളുകളെ അല്ലാതെ ഇവിടെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല. മാത്രമല്ല, അങ്ങനെ കൊണ്ടുവരുന്നവര് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ പോലും അവരെ ക്വാറന്റൈനിൽ പാർപ്പിക്കാനും അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഈ ബോട്ട് ഉടമസ്ഥന്മാർ ചെയ്യണം എന്നുള്ള നിലയിലുള്ള നിബന്ധനയാണ് നമ്മൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ സ്റ്റേറ്റ് ഡിസാസ്റ്റർ കമ്മിറ്റിയും കൂടി ആലോചിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തീരുമാനം എടുക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് 31-ാം തീയതി മുതലാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം വരാൻ പോകുന്നത്. പക്ഷെ നമ്മൾ മുൻകൂട്ടി അത് കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുകയാണ്. പിന്നെ നമ്മുടെ പഞ്ചായത്തുകളിലെ FLTCകളുടെ പ്രവർത്തനം വളരെ നന്നായി നടക്കുന്നുണ്ട്. 6500ഓളം ബെഡുകൾ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ 7 FLTCകൾ മാത്രമാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ബാക്കി എല്ലായിടത്തുമായിട്ട് 6500 ബെഡ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ബെഡുകൾ പുറത്തുനിന്ന് വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ടത് ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഒരുക്കങ്ങളെ സംബന്ധിച്ച് നിങ്ങളെയും കൂടി ഞാൻ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ 7 FLTCകളാണ് പ്രവർത്തനക്ഷമമായിട്ട് നടത്തുന്നത്. ബാക്കിയുള്ള FLTCകൾ ഓരോ സ്ഥലത്തെ ആവശ്യകത അനുസരിച്ച് അപ്പോൾ ആരംഭിക്കാൻ കഴിയാവുന്ന തരത്തിൽ ബെഡും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഉറപ്പാക്കിയിട്ടുണ്ട്. അവിടേക്ക് വേണ്ട ഹ്യൂമൻ റിസോഴ്സ് ഞങ്ങൾ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നത് നഴ്സുമാര് അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്ന ഇതുപോലുള്ള ആളുകൾ ഇത്തരം സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കാൻ സന്നദ്ധരായി വരണം എന്നുള്ളതാണ്. നഴ്സുമാരായിട്ടുള്ള ആൾക്കാരെ ഇവിടെ അപ്പോയിന്റ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത്ര ആളുകൾ വരണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതാണ് പൊതുവായിട്ട് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് എന്താണ്. ഇന്ന് ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 70ഓളം ആളുകൾ നമ്മുടെ ജില്ലയിൽ പോസിറ്റീവ് ആകുമെന്നുള്ളതാണ്. എൻ്റെ റിസൾട്ട് നമ്മൾ വൈകുന്നേരത്തോടു കൂടിയാണ് എൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ട് വരാൻ കഴിയുക. ഇപ്പോൾ ഇതുവരെ നമ്മൾ ടെസ്റ്റുകൾ കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 3570ഓളം ടെസ്റ്റുകൾ നമ്മൾ ഒരു ദിവസം വീതം നടത്തുന്നുണ്ട്. പിന്നെ അരി വിതരണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ചെല്ലാനം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5000ഓളം റേഷൻ കടകൾക്ക് നമ്മൾ അരി വിതരണം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ 1669 പേർക്ക് മത്സ്യബന്ധന വകുപ്പിന്റെ ധനസഹായം എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ തീരപ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പഞ്ചായത്തുകളിലെയും കുടുംബങ്ങൾക്ക് പലവ്യഞ്ജന കിറ്റുകൾ അടിയന്തരമായി ലഭ്യമാക്കാനുള്ള ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 4500 കുടുംബങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ പലവ്യഞ്ജന കിറ്റുകൾ വിതരണം ചെയ്യാൻ വേണ്ടി സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരതിന്റെ പാക്കിംഗ് നടത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ പലവ്യഞ്ജന കിറ്റുകൾ എല്ലാ വീടുകളിലും എത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചു വരികയാണ്. അതിന് പുറമെ പല സന്നദ്ധ സംഘടനകളും അവിടുത്തെ പ്രാദേശിക ഭരണ നേതൃത്വവും ഒക്കെ ആയി ചേർന്നുകൊണ്ട് അവരുടെ വീടുകളെ സഹായിക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം പരമാവധി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ ഈ കണ്ടംകടവ് ചെല്ലാനം PHCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ രണ്ട് PHCയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ടെസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതിന് പുറമെ അവർക്ക് ഏതെങ്കിലും മൊബൈൽ യൂണിറ്റ് ആവശ്യമാണെങ്കിൽ അപ്പം തന്നെ മൊബൈൽ യൂണിറ്റ് ലഭ്യമാക്കാൻ ആവശ്യമായ നടപടിയും അവിടെ സ്വീകരിച്ചു വരികയാണ്. ചെല്ലാനം മേഖലയിൽ രോഗികളുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയനുസരിച്ചാണ് ചെല്ലാനം മേഖലയിൽ ഒരു 7 രോഗികളാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആലുവയിൽ പുതുതായിട്ട് വന്നിരിക്കുന്നത്തെ കണക്കിൽ 7 പേരാണ്. കീഴുമാട് മേഖലയിൽ 10, ചൂർണിക്കര 7, കരിമാലൂർ 4, ചെങ്ങമനാട് രോഗികൾ ഇന്നില്ല. ഈ നിലയിലാണ് നമ്മുടെ രോഗികളുടെ കണക്കുകൾ ഈ പഞ്ചായത്തിൽ വന്നിരിക്കുന്നത് ഇന്നത്തെ സ്ഥിതിയിൽ.
പൊതുവെ നമ്മുടെ പിന്നെ ചെല്ലാനം മേഖലയിൽ നമുക്ക് നല്ല നിലയിലുള്ള നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ കൂടി കർശനമായിട്ടുള്ള വ്യവസ്ഥകളോട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അവിടെ പൂർണ്ണമായിട്ട് നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇപ്പം നമ്മൾ ടെസ്റ്റ് നടത്തുന്നതിന് വരെ ടാർഗറ്റഡ് ആയിട്ട് ടെസ്റ്റാണ് നടത്തുന്നത്. സിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ആരാണ് അവർക്കാണ് ടെസ്റ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതാണ് നമുക്ക് ICMR എന്നവർക്ക് ഡയറക്ഷൻ. അതാണ് പലപ്പോഴും ആളുകൾ ടെസ്റ്റുകളുടെ ക്യാമ്പുകൾ നടത്തണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന പല ആളുകളും വരുന്നുണ്ട്. നമുക്കങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോവിഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വളരെ ശാസ്ത്രീയമായി ICMR പറയുന്ന മാനദണ്ഡങ്ങൾക്കനുസൃതമായിട്ടുള്ള ടെസ്റ്റുകളാണ് നമ്മൾ നടത്തുന്നത്. ആ ടെസ്റ്റുകൾ നമ്മൾ ജില്ലയിൽ വളരെ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ഘട്ടം എന്ന നിലയിൽ എല്ലാ PHCകളിലും കൂടി എല്ലാ പഞ്ചായത്തുകളിലും FLTCകൾ നിലവിൽ വരുന്നതോടുകൂടി എല്ലാ പഞ്ചായത്തുകളിലും കൂടെ ആന്റിജൻ ടെസ്റ്റുകളുടെ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം കൂടുതൽ രോഗികൾ വരുന്നുണ്ടോ എന്ന് മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് പോകണം എന്നുള്ള നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. ആന്റിജൻ ടെസ്റ്റ് കിറ്റുകൾ നമുക്ക് ലഭ്യമാകുന്ന മുറയ്ക്ക് നമ്മൾ ഈ ടെസ്റ്റ് കിറ്റുകളെല്ലാം തന്നെ എല്ലാ പഞ്ചായത്തുകളും വിതരണം ചെയ്യാനുള്ള നടപടിയും ഗവൺമെന്റ് നമ്മുടെ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നതാണ്. ഇതാണ് പൊതുവായിട്ട് നമ്മുടെ ജില്ലയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ചെല്ലാനത്തെ നമ്മൾ വളരെ കൺട്രോൾഡ് ആയിട്ടുണ്ട്. നമ്മുടെ ആശങ്ക ഒഴിഞ്ഞിട്ടുണ്ട് അവിടെ. പക്ഷെ ആശങ്ക ഒഴിഞ്ഞു എന്ന് കരുതിയിട്ട് ചെല്ലാനം പോലെയുള്ള സ്ഥലത്ത് നമ്മൾ കുറച്ചും കൂടെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്കത് സസ്റ്റൈനബിൾ ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ആശങ്ക ഒഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ആശങ്ക ഇല്ല എന്നാണ് അർത്ഥം എന്ന് ആരും വിചാരിക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചെല്ലാനത്ത് പാവപ്പെട്ട തൊഴിലാളികൾ ജീവിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ അടുത്തടുത്ത് താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു സ്പാർക്കിംഗ് ഉണ്ടായാൽ മതി അവിടെ കത്തിപ്പിടിക്കാൻ എന്നുള്ള നിലയിലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ FLTC പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. ഒരു പുതിയ FLTC കൂടി നമ്മൾ ആരംഭിക്കാൻ ആലോചിച്ചെങ്കിൽ അവിടെ ഇപ്പോൾ തൽക്കാലം അത് വേണ്ട എന്ന നിലയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വേണ്ടി വന്നാൽ അവിടെ ഒരു പുതിയ FLTC കൂടി നമുക്ക് ആരംഭിക്കാൻ കഴിയും. ഇപ്പോൾ തൊട്ടപ്പുറത്തുള്ള അടുത്ത് തന്നെയുള്ള കുമ്പളങ്ങിയിൽ നമ്മളൊരു FLTC നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനെ പിന്നെ മറ്റേ രീതിയിൽ നമ്മൾ ഭയപ്പെടേണ്ട സാഹചര്യം ഇപ്പോൾ നമുക്ക് അവിടെ ഇല്ല. അല്ല, ഇതാണ് ഞാൻ പറയുന്നത്. ടെസ്റ്റുകൾ നടത്തുന്നത് സംബന്ധിച്ച് നമ്മുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആളുകൾ എന്താ വെച്ചാൽ എല്ലാവർക്കും ആഗ്രഹം ടെസ്റ്റുകൾ നടത്തണമെന്ന് ആളുകൾ പറയും. കാര്യം എന്താ വെച്ചാൽ നമ്മൾ സിംറ്റമാറ്റിക് അല്ലാത്ത ആളുകൾ ടെസ്റ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. കാരണം ഈ ആന്റിജൻ ടെസ്റ്റ് നമ്മൾ ഒരു തവണ നടത്തി നെഗറ്റീവ് ആയതുകൊണ്ട് അയാൾ നെഗറ്റീവ് ആയിക്കൊള്ളുന്നില്ല. റോങ് ആയിട്ടുള്ള ഡിസിഷൻ ഒരു ഇൻഫർമേഷൻ കൊടുക്കും. അപ്പൊ നമ്മളൊരു പഞ്ചായത്തിലെ ഒരു 5000 പേരെ ടെസ്റ്റ് നടത്തിക്കൊണ്ട് യാതൊരു കാര്യമില്ല. 5000 പേരെ വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ നെഗറ്റീവായ ആൾക്കാരെ തന്നെ വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അതുകൊണ്ടാണ് ICMR നമുക്ക് മാനദണ്ഡം നിശ്ചയിച്ച് തരുന്നത്. പക്ഷെ ജനങ്ങൾക്ക് എപ്പോഴും ആഗ്രഹം ഒരുപാട് ടെസ്റ്റ് നടത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പിന്നെ ആക്റ്റീവ് സർവൈലൻസിലൂടെ സിംറ്റമാറ്റിക് ആണെന്ന് പറയുന്നവരെ പൂർണ്ണമായി ടെസ്റ്റ് ചെയ്യും. അല്ല, ചെല്ലാനത്ത് 67 ഇപ്പൊ ഇന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മൾ 67 ഏവറേജ് ഉച്ചവരെ കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ആരാണെങ്കിലും, ഞാനിപ്പോ പറയുന്നു സിംറ്റമാറ്റിക് ആയിട്ടുള്ള ആളുകളെ പൂർണ്ണമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അസിംറ്റമാറ്റിക് ആയ ആളുകളെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെ നമ്മൾ കണ്ടെയ്ൻ ചെയ്ത് അവർ വീട്ടിലിരിക്കുകയാണ്. സിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമുക്കിപ്പോൾ സ്ട്രാറ്റജി. ആ ലെവൽ പിന്നെ പ്രൈമറി കോണ്ടാക്ട്സ് ഉള്ള ആൾക്കാർ, ഹൈ റിസ്ക് കോണ്ടാക്റ്റുള്ള ആൾക്കാരുണ്ട്, അവർ പൂർണ്ണമായിട്ട് ടെസ്റ്റ് ചെയ്യണം. ആ രീതിയിലുള്ള ടെസ്റ്റിംഗ് നമ്മളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതനുസരിച്ചാണ് അവിടെ ഒരു സ്ഥിരം കേന്ദ്രം വെച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടെലിമെഡിസിൻ പിന്നെ എന്താണ് സർവൈലൻസിലൂടെ നമുക്ക് കിട്ടുന്ന ലിസ്റ്റ് അനുസരിച്ച് അവരെ കൊണ്ടുവന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെ, നമ്മളിപ്പോ അവിടുത്തെ LTCയിലും കണ്ടംകടവ്, ചെല്ലാനം PHCകൾ ചേർന്നിട്ടാണ് ഇപ്പോൾ അവിടെ ഒരു ടെസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. പരിശീലനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് കൂടുതൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു ടീം പോയി കഴിഞ്ഞാൽ ഐഡിയലായിട്ട് ചെയ്യാൻ കഴിയുന്ന 50 പേരെയാണ് നമുക്ക് ഒരു കൃത്യമായ ടെസ്റ്റിങ്ങിന് അവർ പറയുന്ന സ്റ്റാൻഡേർഡ്. നമ്മൾ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ നമ്മളൊരു ടെസ്റ്റ് ചെയ്യാൻ ടീമുകൾ. അപ്പോൾ നമ്മൾ ടെസ്റ്റുകൾ കുറവാണ് എന്നൊരു പരാതി അടിസ്ഥാനരഹിതമായ കാര്യമാണ്. നമ്മൾ അവിടെ ശാസ്ത്രീയമായ രീതിയിലുള്ള ടെസ്റ്റുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതിലെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. ഇല്ലല്ല, അവിടെ 2 PHCകൾ നമ്മൾ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. ഇല്ലല്ല, അതൊക്കെ തുറക്കാനുള്ള നടപടി കഴിഞ്ഞ ആഴ്ച സ്വീകരിച്ചാണ്. അതുപോലെ ടെലിമെഡിസിൻ ഉണ്ട്. നമുക്കവിടെ ടെലിമെഡിസിൻ സംവിധാനം ഉണ്ട്. അതായത് നമ്മൾ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ പരമാവധി എല്ലായിടത്തും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം 921-980 ആളുകളെ ഡെയിലി കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടെലിമെഡിസിൻ വഴി കോണ്ടാക്ട് ചെയ്യുന്നതാണ്.
അതൊരു വലിയ ഒരു ലിങ്കാണ്. ആ ലിങ്ക് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അത് മൊബൈൽ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ മൊബൈൽ യൂണിറ്റ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പരാതിയുടെ ആവശ്യം അവിടെ ഇല്ല. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ നേരിട്ട് പോയി അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അല്ല, മറ്റുള്ള സ്ഥലത്തും ഇപ്പൊ ചെല്ലാനത്ത് 242, കീഴ്മാട് 145 ഉള്ളൂ. കീഴ്മാട് 145 പേരാണ് അവിടെ ഇപ്പോൾ ഇതുവരെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം 145 ഇപ്പൊ ഇന്നത്തെ കണക്കിൽ 10 പേര് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതടക്കം 145 എന്ന് പറയുന്നത്. അപ്പൊ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലാണെന്ന് പറയാൻ കഴിയില്ല. നമുക്ക് പിന്നെ ചെല്ലാനത്ത് പുതിയ കേസ് 7 ഉണ്ട്, നമ്മുടെ 10 പേരുണ്ട്. അപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും അത് ഗ്രാഫ് താഴത്തേക്ക് വരുന്നുണ്ട്. അല്ല, എല്ലാ പഞ്ചായത്തും കൂടി വരുമ്പോൾ കീഴ്മാട്, ചൂർണിക്കര, കരുമാലൂര്, ചെങ്ങമനാട്, അതുപോലെ തന്നെ എടത്തല, ആലങ്ങാട്, ഇങ്ങനെ വരുന്ന ഒരുപാട് ഏരിയ ഉണ്ട്. നമ്മളതിനെ കണ്ടെയ്ൻ ചെയ്യാൻ തന്നെ കാരണം നിങ്ങൾക്ക് അറിയാലോ. അവിടെ ആ പ്രദേശം ഇത് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഒറ്റ ബ്ലോക്കാക്കി നിർത്തി. നമുക്കത് പിന്നെ അവിടെ നമ്മൾ 2 മണിക്ക് ശേഷം കർഫ്യൂ പ്രഖ്യാപിക്കുകയും അതിന് മുമ്പ് കംപ്ലീറ്റ് ലോക്ക്ഡൌൺ എന്ന നിലയിലേക്ക് അത് പോകുന്നതിന് കാരണം അത് മറ്റു രീതിയിൽ അത് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മുടെ കൺട്രോളിലാണ്. നമുക്ക് അങ്ങനെ ഭയപ്പെടേണ്ട സാഹചര്യം അവിടെ ഇല്ല. നമുക്ക് അത് എന്തൊക്കെ കൺട്രോൾ എന്ന് പറയാൻ പറ്റും. ബിക്കോസ് now predetermined ആയിട്ട് ನಾವು ಆ ಜಾಗ್ರಫಿಕಲ್ ಏರಿಯಾ ಐಡೆಂಟಿಫೈ ചെയ്ത് ಅದೆಲ್ಲ ಪಂಚಾಯತ್ಸ್ನ ഒരു എൻറ്റിറ്റി ആയിട്ട് ನಾವು ഒരു ക്ലസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ കേസസ് പറയുന്നത് ഈ കണ്ടെയ്ൻമെന്റ് സോണിന് ഇൻസൈഡ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് കണ്ടെയ്ൻഡ്. ബട്ട് അറ്റ് ദ സെയിം ടൈം കേസസ് ഇപ്പോൾ കുറവാനുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു വിജിൽ ನಾವು മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിൽ ഔട്ട് ഓഫ് കൺട്രോൾ ആവപ്പെട്ടു. ബട്ട് ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒരു ഹാർഡ് വർക്കിൽ അത് ഇപ്പോൾ ഒരു കൺട്രോൾ സിറ്റുവേഷനിൽ വരുന്നുണ്ട്. ബട്ട് ഇറ്റ് വിൽ ടേക്ക് സം മോർ ഡേയ്സ്. ഇപ്പോൾ എറണാകുളം മാർക്കറ്റ് ക്ലസ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് കണ്ടെയ്ൻ ചെയ്തു. അതേ സെയിം സ്ട്രാറ്റജി ചെല്ലാനത്തിൽ കൂടെ നാം വെച്ചിട്ടുണ്ട്. ചെല്ലാനത്തിൽ കൂടെ ഇറ്റ്സ് ഓൾമോസ്റ്റ് സക്സസ്ഫുൾ. അത് ഇപ്പോൾ കുറവാകുന്നുണ്ട്. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ഫ്യൂ മോർ ഡേയ്സ് ഫോർ ചെല്ലാനം ടു ഓപ്പൺ അപ്പ്. സിമിലർലി ആലുവയിൽ കൂടെ സെയിം സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ കൂടെ ഇത് എഫേർട്സ് പോലീസിന്റെ, ഹെൽത്തിന്റെ, റവന്യൂവിന്റെ അതെല്ലാം ഇപ്പോൾ ഓൾമോസ്റ്റ് കാണുന്നുണ്ട്. ബട്ട് വി ഷുഡ് ബി വിജിലന്റ്. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരിയിൽ കുറച്ച് കേസസ് വരുന്നുണ്ട്. അത് കൂടെ വെരി സെൻസിറ്റീവ് ഏരിയ. ഇപ്പോൾ ഓൾറെഡി അത് കണ്ടെയ്ൻമെന്റ് സോണിൽ ഉണ്ട്. ബട്ട് അവിടെ കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ഇന്ന് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് കൂടെ ನಾವು ലോക്ക്ഡൌൺ ചെയ്യും. ಮತ್ತೆ ഇത് നമ്മുടെ പോലീസ് അവിടെ ശക്തമായ നടപടി ആലുവ റീജിയനിൽ എടുത്തിട്ടുണ്ട്. അതിൽ ನಾವು കുറച്ച് ലിബർട്ടീസ് അവിടെ കൊടുത്തിരുന്നു, ബേക്കറീസും ಮತ್ತೆ ആ ഏരിയസിൽ. ബട്ട് കുറച്ച് ബേക്കറീസിലല്ല അവിടെ ജനങ്ങൾ കൂടുതൽ വരുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ എവിടെ ദ നോട്ട് മെയിൻറ്റൈനിങ് സോഷ്യൽ ഡിസ്റ്റൻസിങ് അതെല്ലാം ನಾವು ക്ലോസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് ഒറ്റ കാര്യമുള്ള, ബേക്കറി തുറക്കുന്നുണ്ടെന്നും നമുക്ക് പ്രയാസമില്ല. പക്ഷെ അവിടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ലെങ്കിൽ അപ്പടപ്പിക്കും, ഒരു സംശയ കാര്യത്തിൽ വേണ്ട. അത് ആരുടെ കടയാണെങ്കിലും ഒരു എക്സ്ക്യൂസ് ഉണ്ടാവില്ല, പോലീസ് ഇടപെടും. പക്ഷേ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ പഞ്ചായത്തുകളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഇന്നിപ്പോൾ SDMA കൂടിക്കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് പഞ്ചായത്തുകൾക്ക് വേണ്ട പിന്നെ DDMA കൂടിക്കഴിഞ്ഞാൽ അവർക്കൊരു സാമ്പത്തിക സഹായം കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തുകൾക്കും, കോർപ്പറേഷൻ അല്ല മുനിസിപ്പാലിറ്റികൾക്കും. കോർപ്പറേഷൻ പിന്നെ സ്വയം പര്യാപ്തമുള്ളൊരു സംഗതി ആയതുകൊണ്ട് പിന്നെ അതിന്റെ ആവശ്യമില്ല. ഈ പറയുന്ന നമ്മുടെ FLTC നടത്തുന്നതിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഒരു തുക അവർക്ക് നൽകാൻ വേണ്ടി സർക്കാർ നിശ്ചയിച്ചനുസരിച്ച് ഇന്ന് DDMA കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു നിശ്ചിത തുക പഞ്ചായത്തിൽ കൈമാറാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തുകളും ഒരു ജോയിന്റ് അക്കൗണ്ട് ഇതിനു വേണ്ടി ഓപ്പൺ ചെയ്യും. ആ ജോയിന്റ് അക്കൗണ്ടിലേക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പണം അതിലേക്ക് നിക്ഷേപിക്കുകയും അത് ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ക്രമീകരണം നാളെ മുതൽ നമ്മുടെ ജില്ലയിലും കൂടെ ഉണ്ടാവും. ഏതൊക്കെ ആയിട്ടില്ല, നമ്മുടെ കയ്യിലാരും നിർദ്ദേശം വന്നിട്ടില്ല. എന്റെ ഉണ്ടോ? ഉണ്ടോ? ഇല്ല 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 ഇല്ല. ടെമ്പറേച്ചർ നോക്കണേ പണം ഈടാക്കേണ്ട കാര്യം എന്താ? അങ്ങനെ അനാവശ്യമായിട്ട് കോവിഡ് കാലത്ത് ലാഭം ഉണ്ടാക്കാൻ നോക്കരുത്. ഈ കോവിഡ് കാലം എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കാനുള്ള സമയമല്ലത്. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ട് ഇപ്പോൾ നമ്മൾ ആശുപത്രി ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് പിന്നെ എന്താണ് ഒരു അവരുടെ പ്രൈസ് നിശ്ചയിച്ച് നമ്മൾ അതിന്റെ റേറ്റ് നിശ്ചയിച്ച് കൊടുത്തു ഗവൺമെന്റ്.
ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അത് പ്രൈവറ്റ് ഹോസ്പിറ്റലായിട്ട് അവർ അത് പരിഗണിക്കേണ്ടതാണ്. ഞങ്ങളിപ്പോൾ എന്തായാലും ഈ സ്വകാര്യ ആശുപത്രികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ച നാളെ വെക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൂടി കോവിഡിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ ആശുപത്രി, ഏതൊക്കെ ബെഡ്, എത്രയൊക്കെ ബെഡ് എന്നുള്ളത് നമ്മൾ നേരത്തെ നിശ്ചയിച്ച പ്രകാരം എല്ലാ സ്വകാര്യ ആശുപത്രികളിലും കോവിഡ് ചികിത്സിക്കാൻ ഏതൊക്കെ ആശുപത്രിയിൽ കഴിയുമെന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം തന്നെ അവിടേക്കും കൂടി കോവിഡ് ചികിത്സ ആരംഭിക്കാൻ ആവശ്യമായ നടപടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് അവരുമായി ചർച്ച നടത്തും.